ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സൂല് നിങ്ങൾ പോയിട്ടുണ്ടാവും. എന്നാൽ അവിടെയുള്ള ആനിമൽസിനെ ഇതുപോലെ തൊട്ടറിയാനും ഓമനിക്കാനും അവരുമായിട്ട് ഇടപഴകാനും പറ്റുന്ന ചുരുക്കം ചില സൂകൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ. അതിലൊന്നാണ് UAE-യിലുള്ള ഉമ്മൽ ക്വീൻ സൂ. അപ്പം ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഉമ്മൽ ക്വീൻ സൂ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സൂ ആണ്. സൂയിലേക്കുള്ള എൻട്രൻസിലേക്ക് തിരിയുമ്പോൾ തന്നെ ഇവിടെ 2 ഫ്ലെമിഗോസിന്റെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് സൂയിലേക്ക് എത്താം. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. എൻട്രൻസിന്റെ ഇരു സൈഡിലായിട്ട് ഇതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്സിന്റെ കാര്യം പറയാം. ഒരാൾക്ക് 25 ദിർഹംസ് ആണ് വരുന്നത്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം തന്നെ ടിക്കറ്റ്സ് എടുക്കണം. അതുപോലെ ഓപ്പണിംഗ് അവേഴ്സ് പറയുകയാണെങ്കിൽ വീക്ക് ഡേയ്സ് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും വീക്കെൻഡ്സിൽ രാവിലെ 8 തൊട്ട് രാത്രി 10 മണി വരെയുമാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുക. സൂവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നല്ല ഭംഗിയുള്ള ഈ പക്ഷികളെയാണ്. ഇവിടെ ഒരു എക്സ്ട്രാ 5 ദിർഹംസ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഒരു കെട്ട് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇവിടെയുള്ള ആനിമൽസിനെ ഫീഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ അവസരം കിട്ടുന്നതൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇവിടെ എന്ന് പറയാം. ഇവിടുത്തെ ജിറാഫുകൾ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. ജിറാഫിൻ്റെ കൂടെ തന്നെ കുറച്ചധികം മാനുകളും ഉണ്ടായിരുന്നു. അവയൊക്കെ ഫീഡ് ചെയ്ത ശേഷം ഞങ്ങൾ അപ്പുറം സൈഡിലോട്ട് പോയി. അവിടെ നമുക്ക് ഒട്ടക പക്ഷികളെ കാണാം. ഇവയെ ആയാലും നമുക്ക് തൊട്ടടുത്ത് കാണാനും ഫീഡ് ചെയ്യാനും പറ്റും. ഇവിടെ 4 സ്പീഷീസിൽപ്പെട്ട സിംഹങ്ങൾ, 8 ടൈപ്സ് മങ്കീസ്, സ്നേക്സ്, ചെറുതും വലുതായിട്ടുള്ള കരടികൾ, പല വർണ്ണത്തിലുള്ള പലതരം പക്ഷികൾ, കഴുകന്മാർ ഒക്കെ ഇവിടെയുണ്ട്. അതുമാത്രമല്ല ലോകത്ത് തന്നെ അപൂർവമായിട്ട് കാണുന്ന സ്വർണ്ണക്കടുവകളും ഇവിടെയുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഉമ്മൽ ക്വീൻ സൂവിനെ മറ്റു സൂകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഒറാങ്കുട്ടൻ ഉണ്ട്. ഹബൂബ എന്നാണ് ഇതിൻ്റെ പേര്. കയ്യിൽ പിടിച്ച് ഇതുപോലെ നടക്കാനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന സമയത്ത് ആൾ കുറച്ച് പിണക്കത്തിലായിരുന്നു. ഒറാങ്കുട്ടൻ്റെ കൂടെ ഇതുപോലെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ഇതുപോലൊരു ബേർഡ് സെക്ഷനിലേക്കാണ്. എനിക്ക് ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാടൊന്നുമില്ലെങ്കിലും അവിടെയുള്ള പല വർണ്ണത്തിലുള്ള ഈ പാരറ്റ്സിനെ നമുക്കിതുപോലെ കയ്യിലെടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. സാധാരണ സൂവിലൊക്കെ പോവാറുണ്ടെങ്കിലും ഇതുപോലെ കാണാനും കയ്യിലെടുക്കാനൊക്കെ അവസരം കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ്. ഇതിനൊന്നും പ്രത്യേകം ചാർജൊന്നും ഇല്ല, ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല രസകരമായ അനുഭവങ്ങളായിരുന്നു. ഇവിടെ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ നാച്ചുറലായിട്ട് തോന്നും വിധം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ അടുത്തായിട്ട് ഒരു ചെറിയ ലേക്ക് പോലെ ഉണ്ടാക്കിയിരുന്നു. അതിലൊരുപാട് താറാവുകളും അരയന്നങ്ങളും മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും ഇണങ്ങുന്നതുമായിട്ടുള്ള ആട്, കോഴി, താറാവ്, മുയൽ,
കുതിര, ആമ, തത്ത, മയില് ഇങ്ങനെ ഒരുപാട് ബേർഡ്സും അനിമൽസും ഈ സൂവിലുണ്ട്. മയില് തന്നെ വെറൈറ്റി ആയിട്ട് വെള്ള നിറത്തിലും ബ്രൗൺ കളറിലും പിന്നെ സാധാരണ പീക്കോ കളറിലും ആയത് ഉണ്ടായിരുന്നു. കുതിരയുടെയും ഒട്ടകത്തിൻ്റെ ഒക്കെ മുകളിൽ ഇരുന്ന് സവാരി നടത്താനുള്ള അവസരവും ഇവിടെയുണ്ട്. അതിനൊക്കെ പ്രത്യേകം ചാർജസും ഉണ്ട് കേട്ടോ. ഒരുപാട് നടന്ന് ക്ഷീണിക്കാതെ എല്ലാ മൃഗങ്ങളെയും അടുത്ത് കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം ഇതൊരു ചെറിയ ഏരിയയേ ഉള്ളൂ. മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഗോൾഡൻ ടാബി ടൈഗർ. ലോകത്ത് തന്നെ 100-ൽ താഴെ മാത്രമേ ഈ സ്വർണ്ണ കടുവകളുള്ളൂ. അങ്ങനെ അത്യപൂർവമായിട്ട് കാണുന്ന ഇവയെ കാണാൻ മാത്രമല്ല ട്രെയിൻഡ് ആയതുകൊണ്ട് കൂട്ടിനകത്ത് കയറാനും തലോടാനും ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറേ പേരൊക്കെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പ്രത്യേകം ടിക്കറ്റ്സും ഉണ്ട് കേട്ടോ.
ഇതൊക്കെയാണ് സൂവിൽ ഞാൻ കണ്ട കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. UAE വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.